ബോധത്തിൽ മായാഭ്രമങ്ങൾ ഉളവാക്കാൻ വേണ്ടി ആദ്യം അതിനെ മൂടിക്കൊണ്ട് ഒരു ഇരുണ്ട മറ ആവിർഭവിക്കുന്നു. നമ്മളൊക്കെ എപ്പോഴാണ് അനുഭവിക്കുന്നത്? ഗാഠനിദ്ര. അത് ചിന്തിച്ചു നോക്കേണ്ടതല്ലേ? ഗാഠനിദ്രയിൽ ബോധവും ഇരുട്ടും, ഇരുണ്ട ഒരു മറയും, മറ്റൊന്നുമില്ല. വാസ്തവത്തിൽ ഞാനെന്ന ജീവഭാവം പോലും ഇല്ലാതാകുന്നു. ഗാഠനിദ്ര സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠമായ ഉറക്കം. ഇവിടെ എന്താ ഉള്ളത്? ബോധം, ഒരിരുണ്ട മറ. ബോധമില്ലെന്ന് പറയാൻ പറ്റുമോ? ബോധമില്ലെങ്കിൽ പിന്നെ മരിച്ചതായി പോവില്ലേ? അപ്പോ മറ്റൊന്നുമില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. ബോധവും ഒരിരുണ്ട മറയും. ഇത് രണ്ടും ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഉണർന്നു വരുമ്പോൾ ഇത് രണ്ടും ഉണ്ടെന്ന് അനുഭവിച്ചിരുന്നു എന്ന ഓർമ്മയോടുകൂടിയാണ് ഉണർന്നു വരുന്നത്. ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സുഖമായി ഉറങ്ങി, സുഖാനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴറിയാൻ പറ്റിയില്ല. അല്ലേ, എല്ലാവരും ഒന്ന് വിശ്രമിക്കാനും സുഖിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഉറക്കമല്ലേ? ഉറക്കം കിട്ടണം. അപ്പോൾ അവിടെ സുഖമുണ്ട്. എല്ലാവർക്കും അറിയാം, ഗാഠനിദ്രയിൽ നല്ല സുഖം. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ആ സുഖത്തെ പോലും മറച്ചിരുന്ന ഒരു മറ. അതാണ് ഈ തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ. ഇതൊക്കെ നമുക്കാർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തെ നോക്കിക്കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഗാഠനിദ്ര നമ്മൾ അനുഭവിക്കുന്നതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്തൊക്കെ അവിടെ ഉള്ളത്. ഈ ഒരു മറയും ബോധവും. പക്ഷെ ഈ മറ വരുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? ബോധം. അപ്പൊ ഈ മറ എന്താ? ഒരു ഭ്രമമായിക്കോട്ടെ, പക്ഷെ അതും ബോധമല്ലാതെ മറ്റൊന്നുമാവാൻ സാധ്യമില്ല. പുതിയൊരു വസ്തു ഉണ്ടാവാനേ ഒക്കില്ല.